കന്യാകുമാരി ജില്ലയിലെ നാട്ടാലം ഗ്രാമത്തിൽ 1712 ഏപ്രിൽ 23 ഒരു ഹൈന്ദവ കുടുംബത്തിലായിരുന്നു ദേവസഹായം പിള്ള ജനിച്ചത്. മാതാപിതാക്കൾ അദ്ദേഹത്തിന് നീലകണ്ഠപിള്ള എന്ന് പേരിട്ടു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച നീലകണ്ഠപിള്ളയെ മാർത്താണ്ഡവർമ്മ തന്റെ കൊട്ടാരത്തിലെ കാര്യദർശിയായി നിയമിച്ചു. കുളച്ചൽ യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെടുകയും പിന്നീട് തിരുവിതാംകൂർ സൈന്യത്തിന്റെ നവീകരണ ചുമതല ഏറ്റെടുക്കുകയും ചെയ്ത ഡച്ച് സൈന്യാധിപൻ ഡിലനോയിൽ നിന്നാണ് നീലകണ്ഠപിള്ള യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടറിഞ്ഞത്. ക്രിസ്തു മാത്രമാണ് ഏകരക്ഷകൻ എന്ന് തിരിച്ചറിഞ്ഞ നീലകണ്ഠപിള്ള തിരുവിതാംകൂറിൽ മിഷണറിയായിരുന്ന ഈശോ സഭാ വൈദികനിൽ നിന്ന് ലാസർ എന്നർത്ഥമുള്ള ദേവസഹായം എന്ന പേരിൽ മാമോദീസ സ്വീകരിച്ചു. സവർണർ മതം മാറുന്നത് നിയമവിരുദ്ധമായിരുന്ന പഴയ തിരുവിതാംകൂറിൽ താൻ തിരിച്ചറിഞ്ഞ ക്രിസ്തുവിനെ പ്രഘോഷിക്കാതിരിക്കാൻ ദേവസഹായം പിള്ളയ്ക്ക് സാധിച്ചിരുന്നില്ല. ഇത് രാജസേവകരുടെയും സഹപ്രവർത്തകരുടെയും ശത്രുതയ്ക്ക് കാരണമായി. അവർ അദ്ദേഹത്തെ രാജ്യദ്രോഹ കുറ്റം ചാർത്തി രാജാവിൻ്റെ മുൻപിൽ ഹാജരാക്കി. ജീവൻ വേണമെങ്കിൽ ക്രിസ്തുവിനെ ഉപേക്ഷിക്കാൻ രാജാവ് ഉത്തരവിട്ടു. പ്രാണനേക്കാൾ ക്രിസ്തുവിനെ സ്നേഹിച്ച പിള്ള രാജകൽപ്പന അനുസരിക്കാൻ തയ്യാറായില്ല. പിള്ളയുടെ കൈകാലുകൾ ബന്ധിച്ച് ദിവസവും 30 അടി വീതം കാൽവെള്ളയിൽ അടിക്കാൻ രാജാവ് ഉത്തരവിട്ടു. മുളകുപൊടി ചുറ്റിനുമിട്ട് പുകയ്ക്കുക, എരുക്കിൻ പൂമാല അണിയിച്ച് എരുമപ്പുറത്ത് കയറ്റി നാട് ചുറ്റിക്കുക, മുറിവിൽ മുളക് പുരട്ടുക തുടങ്ങിയ മർദ്ദനമുറകൾക്ക് വിധേയനായി 4 വർഷത്തോളം അദ്ദേഹം ജയിലിൽ കഴിഞ്ഞു. അദ്ദേഹത്തെ വധിക്കാനായി പടയാളികൾ അദ്ദേഹത്തിന് വിഷം കലർന്ന പാനീയം കൊടുത്തു. ദേവസഹായം പിള്ള അതിൽ കുരിശടയാളം വരച്ച് കുടിച്ചു. വിഷം അദ്ദേഹത്തെ ബാധിച്ചില്ല. ഈ വാർത്തകൾ സമീപ പ്രദേശങ്ങളിൽ കാട്ടുതീ പോലെ പടർന്നു. ഈ നില തുടർന്നാൽ ഈ നാട് മുഴുവൻ ഇവന്റെ കൂടെയാകും എന്ന് ഭയപ്പെട്ട് കോപാകുലനായ രാജാവ് ദേവസഹായം പിള്ളയെ ആരുമറിയാതെ കാറ്റാടിമലയിൽ കൊണ്ടുപോയി വെടിവെച്ചു കൊല്ലുവാൻ തീരുമാനിച്ചു. അങ്ങനെ 1752 ജനുവരി 14 അദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവുമായി രാജഭടന്മാർ പിള്ളയെ കാറ്റാടിമലയിലെ ഒരു പാറയിൽ കൊണ്ടുചെന്ന് നിർത്തി. തൻ്റെ സമയമായി എന്നറിഞ്ഞ പിള്ള അവസാനമായി പ്രാർത്ഥിക്കുവാൻ അനുവാദം ചോദിച്ചു. പാറയിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ചിത്രം പിന്നീട് വിശ്വാസ ചരിത്രത്തിന് വിളക്കായി. അവിടെ വെച്ച് ദേവസഹായം പിള്ള ധീര രക്തസാക്ഷിത്വം വഹിച്ചു. കോട്ടാർപള്ളിയുടെ പ്രധാന അൾത്താരയുടെ കീഴിലാണ് ദേവസഹായം പിള്ളയുടെ കബറിടം സ്ഥിതി ചെയ്യുന്നത്. 2012 ജൂൺ 26 ബെനഡിക്ട് മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 2022 മെയ് മാസം 15 ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തും. ഒറ്റ വാക്കുകൊണ്ട് ലോകത്തെ ശിക്ഷിക്കുവാൻ ശക്തിയുള്ള കർത്താവേ, എനിക്ക് ഈ